ബേപ്പൂരിൽ നിന്ന് 88 നോട്ടിക്കൽ മൈൽ മാലി അപകടമുണ്ടായ സ്ഥലത്ത് പോയി ഡോണിയർ വിമാനങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അതായത് കപ്പൽ 10 മുതൽ 15 ഡിഗ്രി വരെ പോർട്ട് സൈഡിലേക്ക് ചെരിഞ്ഞിട്ടുണ്ട്, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇടതുവശത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ നിയന്ത്രണമില്ലാതെ കടലിലൂടെ ഒഴുകി നടക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കപ്പൽ ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന നിലയിലാണ്. പക്ഷേ അതിന് ഒരു വശത്തേക്ക്, അതിൻ്റെ ഇടതുവശത്തേക്ക് അതിനൊരു ചെരിവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത്. മാത്രമല്ല, ആ ചെരിവിനെ തുടർന്ന് നിരവധി കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയും മറ്റും ചെയ്ത സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എത്ര കണ്ടെയ്നറുകൾ എന്നുള്ള കാര്യത്തിൽ കണക്കൊന്നുമില്ല. പക്ഷേ അതിനോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ തന്നെ തീ ഇപ്പോഴും പടർന്നു പിടിക്കുന്നുണ്ട്. ഇതിലെ 157 കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ, ലിക്കർ അടക്കം, ഒപ്പം തന്നെ വെടിമരുന്നടക്കം, തിന്നർ അടക്കം, പെയിന്റ് അടക്കമുള്ള രാസവസ്തുക്കൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അതോടൊപ്പം തന്നെ ആശങ്കയാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കപ്പലിലെ ഇന്ധനം സംബന്ധിച്ച്, ഈ കപ്പലിലുള്ള ഇന്ധനം സംബന്ധിച്ച് വലിയൊരു ആശങ്ക നമുക്ക് മുമ്പിലുണ്ട്. 2000 ടണ്ണോളം കപ്പൽ ഇന്ധനം ഇതിനുള്ളിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 200 ടണ്ണോളം ഡീസൽ ഇതിനകത്ത് മറ്റ് മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട്. ഇവയൊക്കെ തന്നെ കപ്പൽ ഏതെങ്കിലും വിധത്തിൽ പൊട്ടിത്തെറിയോ അപകടമോ ഉണ്ടായാൽ, അത് മുങ്ങുന്ന സാഹചര്യത്തിലേക്ക് പോയാൽ അതുണ്ടാക്കാവുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക ആഘാതങ്ങൾ എത്ര വലുതാണ് എന്ന് നാം കണക്ക് കൂട്ടേണ്ടതുണ്ട്.